ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് TG മോഹൻദാസ് എന്നൊരു നാറി സംഖ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന വിഷ്വൽസാണ്. ഈ വിഷ്വൽസ് നിങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ ശബ്ദം, ആ മുദ്രാവാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അഭിവാദ്യങ്ങൾ TGക്ക് അഭിവാദ്യങ്ങൾ. എന്തിനായിരിക്കും TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വന്നു നിന്ന സംഖ്യകളായ നാറികൾ അയാൾക്ക് അഭിവാദ്യം അർപ്പിച്ചത്? രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്ത് അതിൻ്റെ പേരിൽ ജയിലിലേക്ക് പോകുന്നതാണോ അയാൾ? അല്ല. അയാൾ എന്താണ് ചെയ്തത്? ജന്തർ മന്ദറിൽ കൂടിയിരുന്ന കുട്ടികളെല്ലാം വെടിവെച്ച് കൊല്ലണം എന്നാണ് അയാൾ പറഞ്ഞത്. ഇതോടെ തീർന്നോ? ഇല്ല. ഇതിലും അപകടകരമായ മറ്റൊരു കാര്യം അയാളോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ചാൽ അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ജന്തർ മന്ദറിൽ വന്നിരിക്കുന്ന പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യണം. അങ്ങനെ ബലാത്സംഗം ചെയ്താലും അവരാരും പരാതി കൊടുക്കത്തില്ല, അവരെല്ലാം അത് എൻജോയ് ചെയ്യുകയായിരിക്കും എന്നാണ് ഈ നാറി അലവലാതി പറഞ്ഞത്. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് 11 ദിവസങ്ങൾക്ക് ശേഷം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് സംഘികളായ കേരളത്തിലെ കുറേ അവിടെ വന്ന് നിന്ന് അയാൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത്. പെൺകുട്ടികളെ കൂട്ടമായി ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ ഒരുത്തനാണ് ഇവർ അഭിവാദ്യം അർപ്പിക്കാൻ വന്നത്. ഇതാണ് ഇവരുടെ രാഷ്ട്രീയം. ഇവർക്കെതിരെ സംസാരിക്കുന്ന സ്ത്രീകളെ ആരെങ്കിലും കൂട്ടമായി ബലാത്സംഗം ചെയ്താലും ഇവർ ആ കൾപ്രിറ്റിന് വേണ്ടി നിൽക്കും. ഉന്നാവോ കേസ് നമുക്കറിയാം. ഗുജറാത്തിലൊരു സ്ത്രീയെ കൂട്ടമായി ബലാത്സംഗം ചെയ്തവന്മാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവന്മാരെ മാലയിട്ട് സ്വീകരിച്ചവന്മാരുടെ പിന്മുറക്കാരാണ് ഇപ്പോൾ അവിടെ ഈ നാറിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനടിയിൽ വന്ന ചില കമൻസ് ശരിക്കും ഞെട്ടിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ്. അതുകൊണ്ടാണ് ഇവന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കൂടുതൽ ആളുകൾ അറിയണമെന്ന് പറഞ്ഞ് ഈ വീഡിയോ കൂടി ചെയ്യുന്നത്. നാളെ ഇവൻ്റെയൊക്കെ വീട്ടിലുള്ള പെങ്ങളോ മകളോ ആരെങ്കിലും ഇത്തരത്തിലൊരു സമരത്തിന് പോയി ഈ TG പോലുള്ളൊരു നാറി വന്ന് പറയാണ് അവരെല്ലാം കൂട്ടമായി ബലാത്സംഗം ചെയ്യണമെന്ന്. എന്നാലും ഇവന്മാർ TGക്ക് അഭിവാദ്യമായിട്ട് വരും. പെങ്ങളാണോ മകളാണോ എന്ന് നോക്കത്തില്ല, അവളത് അർഹിക്കുന്നു എന്ന് ഇവന്മാർ പറയും. അതാണ് ഇവരുടെ രാഷ്ട്രീയം. അതാണ് ഇവന്മാർ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. ഇവന്മാരുടെ രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന സ്ത്രീകളെ എത്രയൊക്കെ സ്ലട്ട് ഷെയിം ചെയ്യാൻ പറ്റുമോ അത്രയെല്ലാം അവന്മാർ സ്ലട്ട് ഷെയിം ചെയ്യും. ഇനിയൊരു അവസരം കിട്ടിയാൽ എന്ത് ചെയ്യുമെന്നാണ് TG മോഹൻദാസ് പറഞ്ഞത്. അത് സത്യമാണെന്ന് തെളിയിക്കുന്നത് കൊണ്ടാണ് ഇവന്മാർ അവിടെ അഭിവാദ്യം അർപ്പിക്കാനായിട്ട് വന്നു നിന്നത്.